ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ സംഗീത വിശ്വനാഥനാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയിരുന്നു. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ കൂടിയാണ് സംഗീത വിശ്വനാഥൻ. ഉടുമ്പൻചോലയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സംഗീത വിശ്വനാഥനാണ്. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ കൂടിയായ സംഗീത വിശ്വനാഥൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത്? എന്തായാലും ഉടുമ്പൻചോല എന്നൊരു സീറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഏലകർഷകരുടെ ഒരു നാടാണ്. കർഷകരുടെ മണ്ണിൻ്റെ മണമുള്ള കൃഷിക്കാർ ഇന്ന് ഒരുപാട് കാലമായിട്ട് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്നിൽ വന്നിട്ട് നിക്ഷിപ്തമായിരിക്കുന്നത്. തീർച്ചയായിട്ടും കർഷകർക്ക് വേണ്ടി ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഭൂപ്രശ്നം വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളും ചില നടക്കാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് കർഷകരുടെ മുന്നിൽ വരുന്നത്. പാവപ്പെട്ട കർഷകരെ എന്നും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുൻപുണ്ടായിട്ടുള്ളത്. ആ കർഷകരുടെ പ്രത്യേകിച്ച് വന്യജീവി അടക്കം ഉള്ള പ്രശ്നങ്ങളിൽ നല്ല ഒരു ഇടപെടൽ ഇന്ന് സംസ്ഥാന സർക്കാരിന് സാധിക്കുമായിരുന്നിട്ടും അത് ചെയ്തിട്ടില്ല ഈ കാലം എത്രയും. അതുപോലെ തന്നെ ഇന്ന് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അതാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തെ ഇന്ന് മനസ്സുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മോദിജിയുടെ ഒരു പാർട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ വികസനത്തിൽ ഒരു ഭാഗമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് ഇനിയും കൂടുതൽ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിന് ഈ ഒരു ഉടുമ്പൻചോലയുടെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റത്തിനായിട്ട് അവർ ചിന്തിക്കും, എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പ് ഇടുക്കി 2 തവണ മത്സരിച്ചിട്ടുണ്ട്. ഇടുക്കി നിയമസഭയിലേക്കും ഇടുക്കി ലോക്സഭയിലേക്കും. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ മത്സരത്തിൽ കാണുന്നത്? ഇന്നൊരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇന്ന് ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. വികസിത ഒരു ഭാരതത്തെക്കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുന്നു എന്ന് ജനങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം ദേശീയ ജനാധിപത്യ സർക്കാരിന് ഇവിടെ പലതും ചെയ്യാൻ കഴിയും. ഇപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഭീഷണിയിലും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച ജനങ്ങൾക്കൊരു അവസരമാണ് ഇത്. ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ച് ഉടുമ്പൻചോല മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഏറ്റവും നല്ലത് ഇവിടുത്തെ ഭൂമിയെ തനതായി സംരക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ടൂറിസം മേഖല, ആ ടൂറിസം മേഖലയെ ഇന്ന് ലോകോത്തര നിലവാരത്തിൽ ഉയർത്താനുള്ള സാധ്യതയുണ്ടായിട്ടും അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അവസരം എന്തിനു കൊടുക്കണം? കഴിഞ്ഞ 25 വർഷം അവർക്ക് കൊടുത്തു, ഇനി എന്തിന് അവസരം കൊടുക്കണം എന്നൊരു ചിന്ത ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടായിട്ട് അവർ മനസ്സോട് ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യം മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു ടൈമിൽ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ ഒരു ബന്ധം പ്രത്യേകിച്ച് ഏലം മേഖലയാണ് ഉടുമ്പൻചോല. അതുകൊണ്ട് തന്നെ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ എന്നുള്ള ഒരു സ്ഥാനം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും? അത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ എന്ന സ്ഥാനമില്ല. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരുപാട് ഇടപെടലുകൾ നടത്താനായിട്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ബിസിനസ് ആളുകളുടെയും അതുപോലെ തന്നെ കർഷകരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനും അവരുടെ 2 കൂട്ടർക്കും, അതായത് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരുപാട് ഇടപെടലുകൾ നടത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഈവനിങ് ഓപ്ഷൻ അടക്കം പുതുതായിട്ട് ബോർഡിൽ വെച്ച് അപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ പരാതികൾ കേൾക്കാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഇവിടെ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കൂടുതൽ കർഷകരും പിന്നെ ബിസിനസ് ട്രേഡേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനും അത് വലിയൊരു അനുഭവമായിരുന്നു. അതെല്ലാം ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യമായിരുന്നു. മുമ്പ് 2 തവണ ഇടുക്കിയിൽ മത്സരിച്ചതിൻ്റെ ഒരു പരിചയം, അതോടൊപ്പം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ എന്ന നിലയിലുള്ള വ്യാപകമായി മണ്ഡലത്തിലുള്ള ബന്ധങ്ങൾ, ഇത് രണ്ടും തുണയാകും എന്ന് തന്നെയാണ് സംഗീത വിശ്വനാഥൻ വിശ്വസിക്കുന്നത്. ഉടുമ്പൻചോലയിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്.